വേഷമേതാണെങ്കിലും ദേശമേതാണെങ്കിലും നാം ഹറമിലും നാം ഒടുവിലും അണിയും തുണിയൊരു പോലെയാ. ചിത്രം വരച്ചു കൊടുത്തിട്ട് നമുക്ക് കുട്ടികളെ ഓർക്കാൻ പറ്റില്ല. ഇത് പാടിന്റെ വേണം. പാടാൻ അറിയില്ല എന്ന് പറഞ്ഞ മാതാപിതാക്കൾ പോലും പാടിയിട്ടാണ് കുട്ടികൾ ഓർക്കുന്നത്, ഇല്ലേ? ഒരു താരാട്ടുപാട്ട് പാടി നോക്കാം നമുക്ക്. താലോലം 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 കുഞ്ഞേ താലോലം കേട്ട് നീ. ചെറുപ്പം മുതലേ ചെറുപ്പം എപ്പം മുതൽ? LP ക്ലാസ്സിൽ പഠിക്കുന്ന മുതലേ. LP ക്ലാസ് മുതലാണോ? ശരിക്കും LP ക്ലാസ് മുതലാണോ? കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനെ. قال يا بني إني أرى في المنام أني أذبحك فانظر. ഉടയോൻ വിധിക്കായി ഒരുങ്ങുന്നു പൈതൽ ഉറവാണ് വീശുകയാണിബ്രാഹിം. മാലപ്പാട്ട്, കല്യാണപ്പാട്ട്, കല്യാണപ്പാട്ട്, ഒപ്പനപ്പാട്ട്, ഒപ്പനപ്പാട്ട്, കെസ്സുപാട്ട്, വട്ടപ്പാട്ട്, പടപ്പാട്ട്, പടപ്പാട്ട്, കത്തുപാട്ട്, കുറേ വെറ്റിലപ്പാട്ട്, ഇങ്ങനെ കുറെ കളക്ഷൻ. തീർച്ചയായും അത് ഞാന് കലോത്സവത്തിൽ ഇക്കൊല്ലം പാടിയ പുതിയ പാട്ടാണ്. ആരാണ് രചന? മൻസൂർ കേട്ടോ, നമുക്ക് കേട്ടോക്കാം. മധുരപ്പൂവനിലൊളിവ് താനേ മധു ചിന്തും മദന നിലവിലാണേ. മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഓരോ നാളിൽ ഉറങ്ങുമ്പോൾ നബിക്കല്ല കിനാവ് കാട്ടി. നബി തൻ കുരുന്നിസ്മായിലിനെ അറുക്കും മട്ട്. മുമ്പ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് മുസ്ലിംസ് വളരെ കുറവാണ്. അപ്പൊ അവിടെയൊക്കെ ശരിക്കും ഞാൻ 2 സ്റ്റൈല് ബാങ്ക് കൊടുത്തപ്പോ ശരിക്കും അവർ ഞെട്ടിപ്പോയി. കാരണം ഏതൊക്കെ രാഗമാണെന്ന് പോലും അവർ ആലോചിക്കണം, ഏത് രാഗത്തിലാണ്. അപ്പൊ എന്ന് പറയുമ്പോ തന്നെ അവർ ശരിക്കും ക്ലാസിക്കലിലൊക്കെ വരുന്ന കുറെ ഗമകങ്ങളൊക്കെ ഉണ്ട്. കണ്ണാടി കവിളത്ത് ദേവിക്കൊണ്ടൊരു മത്താപ്പ്. ഈ ഹക്കിലേക്ക് തൂ വെളിച്ചം കാട്ടി റസൂല്. റസൂലേ ശറഫാം നൂറേ ജമാലേ പൊലിവാം ഖൈറേ. റൂഹിന് പറയാനാകുമോ അസ്റായിലെത്തുമ്പോൾ, അല്ലെ? അത് ശരിക്കും ഫീലോട് കൂടി കേട്ട് കഴിഞ്ഞാൽ കരഞ്ഞു പോകും. അത്രയും മനോഹരമായ പാട്ടുള്ള. പിന്നെ കുറെ പഴയ കാലത്തെ പൈങ്കിളി പാട്ടുകളുണ്ട്. പൊന്നു സഖി എന്തിനാ എന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ കുറെ ഓയം എഴുതിയിട്ടുണ്ട്. ഹജ്ജിന്റെ രാവിൽ ഞാൻ കണ്ട് ശജറത്ത് പൂത്ത സുബലത്തിൻ വാതിൽ കണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ലോക മുസ്ലിങ്ങൾ ഇന്ന് ആവേശത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ റീകാസ്റ്റ് മീഡിയയുടെ ഈദ് പ്രോഗ്രാമിലേക്ക് ആദ്യം തന്നെ എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഈ ബലിപെരുന്നാളിന് എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. എൻ്റെ കൂടെ മികച്ച 5 ഗായകരുണ്ട്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച റിയാലിറ്റി ഷോകളും മറ്റു കലോത്സവ വേദികളിലൊക്കെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച 5 മികച്ച ഗായകർ. അവരുടെ കുറച്ച് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അതോടൊപ്പം തന്നെ കുറച്ച് പെരുന്നാൾ ഹജ്ജ് പാട്ടുകളും കുറച്ച് നല്ല മാപ്പിളപ്പാട്ടുകളും പെരുന്നാൾ ചോദ്യങ്ങളുമായിട്ടും അതോടൊപ്പം മാപ്പിളപ്പാട്ടിൻ്റെ അറിയപ്പെട്ട കുറച്ച് കവികളെ കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഈ ബലിപെരുന്നാളിനെ നമുക്ക് ഒന്നിച്ച് വരവേൽക്കാം. ആദ്യം നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തുടങ്ങാം. നിങ്ങൾ പേര്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കലോത്സവ വേദികളിലെ വിജയങ്ങളും മുൻകാലത്ത് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തു പോവാം. ഞാൻ നുഹാ സജീർ, മലപ്പുറം ജില്ലയിലെ അരീക്കോട്ടിൽ നിന്നാണ് വരുന്നത്. സുല്ലം സലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിനിയാണ്. ഞാൻ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് കലോത്സവത്തിൽ HS വിഭാഗം അറബിക് പദ്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ റൈഷ ഗേസ്, ഞാൻ വരുന്നത് അരീക്കോട് തന്നെയാണ്. അരീക്കോട് സുല്ലം സലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. ഞാൻ
പുത്തൻ കുട്ടിക്കുപ്പായം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് കലോത്സവത്തിൽ അറബിക് പദ്യം അതുപോലെ സംഘഗാനത്തിലൊക്കെ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് നജ ഫാത്തിമ. ഞാൻ കോഴിക്കോട് പെരുമണ്ണയിൽ നിന്ന് വരുന്നു. EMS ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ 2 ആൽബത്തിൽ പാടിയിട്ടുണ്ട്, പിന്നെ ഒരു TV ഷോയിലും പാടിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹലീം മുഹമ്മദ്. ഞാൻ മമ്പാട് നിന്ന് വരുന്നു, മലപ്പുറം ജില്ല. ഞാൻ +1 പഠിക്കുന്നു. പിന്നെ ഒരുപാട് ആൽബങ്ങളിൽ പാടാൻ അവസരം ലഭിച്ചു. പിന്നെ മദ്രസ സർഗോത്സവത്തിൽ 2 കൊല്ലം അൽഹംദുലില്ലാ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആവാൻ കഴിഞ്ഞു. പിന്നെ കലോത്സവങ്ങളിൽ നിരവധി വേദികളിൽ പങ്കെടുക്കാൻ സാധിച്ചു. അസ്സലാമു അലൈക്കും. ഞാൻ മുഹമ്മദ് അസ്ലഹ്. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ മങ്കടയിലാണ്. ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ദർശന TV പുത്തൻ കുട്ടിക്കുപ്പായം റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. എനിക്ക് പിന്നെ ഷഹബാ നിലാവ് റിയാലിറ്റി ഷോയിൽ അൽഹംദുലില്ലാ 2nd പ്ലേസ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മദ്രസ സർഗോത്സവത്തിന് ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിരുന്നു. ഓക്കെ, പെരുന്നാളുമായി ബന്ധപ്പെട്ട് കുറച്ച് നല്ല പാട്ടുകളുമായിട്ട് നമുക്ക് പോകാം. നിങ്ങൾക്കറിയാം, ഇസ്ലാം നമ്മോട് കൽപ്പിച്ച 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. പല ദേശങ്ങളിൽ നിന്നും പല വേഷങ്ങളിൽ പല ദേശക്കാർ വന്ന് കറുത്തവനോ വെളുത്തവനോ എന്നില്ലാതെ ആണാണോ പെണ്ണാണോ എന്നൊന്നും നോക്കാതെ ഹജ്ജ് ഒരുമിച്ച് ഒരു സ്വരത്തിൽ തന്നെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. ഈ ലബ്ബൈക്ക് അല്ലാഹുമ്മ, ഈ വേഷങ്ങളെ കുറിച്ചും ദേശങ്ങളെ കുറിച്ച് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നസറുദ്ദീൻ മണ്ണാർക്കാട് രചിച്ച നല്ലൊരു പാട്ട്. അതിൽ മനോഹരമായിട്ട് ഈ അടുത്തിറങ്ങിയ ഒരു ഗാനമായിരുന്നു അത്. അദ്ദേഹം അതിൻ്റെ വാക്കുകൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വേഷമേതാണെങ്കിലും ദേശമേതാണെങ്കിലും, വേഷമേതാണെങ്കിലും ദേശമേതാണെങ്കിലും, നാം ഹറമിലും നാം ഒടുവിലും അണിയും തുണിയൊരു പോലെയാ. നാം ഹറമിലും നാം ഒടുവിലും അണിയും തുണിയൊരു പോലെയാ. അവിടെ ജനമൊരു പോലെയാ, അവിടെ ജനമൊരു പോലെയാ, അവിടെ ജനമൊരു പോലെയാ, അവിടെ ജനമൊരു പോലെയാ. ഹാജികളായുള്ള കൂട്ടരെ ബഹുമാനരെ ദുആ ചെയ്യണേ, ബഹുമാനരെ ദുആ ചെയ്യണേ. ഹാജിയായി അണഞ്ഞിടാൻ ആഗ്രഹങ്ങളടങ്ങുവാൻ, ഹാജിയായി അണഞ്ഞിടാൻ ആഗ്രഹങ്ങളടങ്ങുവാൻ. നാദാ നാദാ അതിനു വിധി പരലേഖണേ. ഹറമിലണഞ്ഞുള്ള കൂട്ടരെ, ഹറമിലണഞ്ഞുള്ള കൂട്ടരെ. മനോഹരമായ ഗാനം നസറുദ്ദീൻ മണ്ണാർക്കാടിന്റെ നല്ല അർത്ഥവത്തായ വരികളാണ്. ലബ്ബൈക എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് മക്കയിൽ പല വേഷങ്ങളിലും പല ആളുകളും ഒന്നിച്ച് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് ഉച്ചരിക്കുമ്പോൾ ലബ്ബൈക്കയിൽ തുടങ്ങുന്ന നല്ലൊരു പാട്ട് ഈ അടുത്ത് OM കരുവാരക്കുണ്ട് രചിച്ച്, അതോടൊപ്പം തന്നെ പുല്ലങ്കോട് ഹംസാഖാൻ രചിച്ച നല്ലൊരു പാട്ട് എനിക്ക് തോന്നുന്നു റൈഷയിലൂടെ നമുക്കതൊന്ന് കേൾക്കാം. റൈഷക്ക് ആ പാട്ട് അറിയുമെന്നാണ് ഞാൻ കരുതുന്നത്, അല്ലേ? പാടി നോക്കാം. ഓക്കെ. ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്കലുമുടയോനോടടുക്കുന്നു. ലക്ഷ്യം മേലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും. ഉള്ളു തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ചു പതിമക്ക തടുത്തിടുന്നേ. റബ്ബിൽ ഉദിബൈത്ത് നടത്തിടുന്നേ. കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനേ. റേഷ മനോഹരമായിട്ട് പാടി. നമ്മുടെ OMന്റെ നല്ല വരികളാണ്. ഈ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കർമ്മം തന്നെയാണ് ബലികർമ്മം എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കുറേ പാട്ടുകൾ നമ്മൾക്ക് KT മുഹമ്മദും അതുപോലെ PT അബ്ദുറഹിമാനൊക്കെ തന്നിട്ടുണ്ട്. അതിൽ വാർദ്ധക്യ സമയത്ത് ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ മകനെ ജനിച്ചു. ശരിക്കും കനകക്കട്ടി എന്നൊരു വാക്ക് ശരിക്കും അതിൽ കവി പിന്നെ
പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ വരികൾ നമുക്ക് നജയിലൂടെ ഒന്ന് പാടി തുടങ്ങാം. മനോഹരമായ ഗാനം KT മുഹമ്മദ് ബാബുക്ക, അതോടൊപ്പം തന്നെ AV മുഹമ്മദാണ് ശരിക്കും നമ്മൾക്ക് ഈ പാട്ട് പാടി തന്നത്. അതൊന്ന് കേട്ടിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഇലാഹായ പോരാനോട് ഇരവും പകലും തേടേ ഹലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടേ. ഇലാഹായ പോരാനോട് ഇരവും പകലും തേടേ ഹലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടേ. മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഓരോ നാളിൽ ഉറങ്ങുമ്പോൾ നബിക്കല്ല കിനാവ് കാട്ടി നബി തൻ കുരുന്നിസ്മായിലിനെ അറുക്കും മട്ടിൽ അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിന്റെ കള്ളി അരുമക്കിടാവിനോട് ഉയർത്തി ചോദി. അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉരച്ചു ചെയ്തേ. ഇലാഹായ പോരാനോട് ഇരവും പകലും തേടേ ഹലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടേ. നജ മനോഹരമായിട്ട് പാടി. കാലങ്ങളോളം ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അള്ളാഹ് കൊടുത്തതാണ് ഇസ്മായിൽ നബിയെ. അപ്പോൾ ഇസ്മായിൽ നബിയുമായി ബന്ധപ്പെട്ട് കുറേ പാട്ടുകൾ അതിനുശേഷം വന്നിട്ടുണ്ട്. പക്ഷേ ഈ KT മുഹമ്മദ് അതുപോലെ തന്നെ ബാബുരാജ് മാഷിന്റെയും അതോടൊപ്പം AVK പാടിയ ഒരുപാട് പാട്ടുകൾ എന്ന് വെച്ചാൽ ഒരേ സമയത്ത് തന്നെ 10-15ഓളം CD-കളിൽ തന്നെ അത്തരം പാട്ടുകൾ വന്നിട്ടുണ്ട്, മനോഹരമായ ഗാനങ്ങൾ. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഖുർആനിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സൂറത്തുകൾ പറയുന്നുണ്ട്. നുഹാ സജീർ എനിക്ക് തോന്നുന്നു ഖിറാഅത്ത് മത്സരങ്ങളിലൊക്കെ ഒരുപാട് വിജയങ്ങൾ കരസ്ഥമാക്കിയ കുട്ടിയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു സൂറത്തും ആയത്തൊക്കെ ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നാവും. സൂറത്ത് സാഫാത്തിലെ 100-ാമത്തെ ആയത്താണ് ഞാൻ ഓതുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ فبشرناه بغلام حليم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم. മരങ്ങളെയും മണൽ തരികളെയും സാക്ഷി നിർത്തി അള്ളാഹുവേ നീയാണ് വലിയവൻ എന്ന് തക്ബീർ മുഴക്കിക്കൊണ്ട് ഇസ്മായിൽ നബിയുടെ കഴുത്തിലേക്ക് കത്തിവെക്കുന്ന സമയത്താണ് ആകാശത്തു നിന്ന് വലിയൊരു ശബ്ദം കേട്ടത്. ഓ ഇബ്രാഹിം, നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റു കുറച്ച് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത് ഹിറ്റായ പാട്ടുകളൊക്കെ ഉണ്ട്. PT അബ്ദുറഹ്മാൻ രചിച്ച് കോഴിക്കോട് അബൂബക്കർ സംഗീതം ചെയ്തൊരു പാട്ട് നമുക്ക് ഹലീമിലൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കേട്ടുനോക്കാം. ഉടനെ കഴുത്തിൻ്റെ ദറുക്കു ബാപ്പ
ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പ, ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോ, ഏറ്റവും സുഖമേണ്ടി മനസ്സിനിപ്പോ, നേരം കളയാതെ അറുക്കു ബാപ്പ, നേരെ പിടിവാൾ വച്ചറുക്കു ബാപ്പ, ഉടനെ കഴുത്തിൻ്റെതറുക്കു ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പ. നല്ല അർത്ഥവത്തായ വരികൾ ഹലീം നന്നായിട്ട് പാടി. പി ടി അബ്ദുറഹ്മാന്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പം എനിക്ക് തോന്നുന്നു ഒരു ഒരു ഒന്നോ രണ്ടോ എപ്പിസോഡ് തന്നെ മാറ്റി വെക്കേണ്ട അത്രയും നല്ല കളക്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ചാന്ദിപ്പാഷ സംഗീതം ചെയ്ത് പി ടി അബ്ദുറഹ്മാൻ ചോദിച്ച മറ്റൊരു ഗാനം എനിക്ക് തോന്നുന്നു നമുക്ക് അസ്ലഹിലൂടെ ഒന്ന് കേട്ടുവെക്കാം. നിറചന്ദ്ര സൂര്യൻ നടുങ്ങുന്നു മേലെ, നിറനിന്ന താര സമൂഹങ്ങളാകെ, ഉടയോൻ വിധിക്കായി ഒരുങ്ങുന്നു പൈതൽ, ഉറവാട് വീശുകയാണിബ്രാഹിം. അന്നേരം കേട്ടു അശരീരിയൊച്ച, ആകാശം പൊട്ടി പിളർക്കും മലർച്ച, മദിനീ നിറുത്തൻ ഖലീലേ ജയിച്ചു, മരിക്കില്ല നിന്റെ മകനിസ്മായിൽ, ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ ഖുദ്റത്തിനാലെ, ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ, ഇസ്മായിലാകും പൊൻമോനെ അറുക്കാൻ. അസ്ലഹ് മനോഹരമായിട്ട് പാടി. നല്ല അർത്ഥവത്തായ പാട്ടുകൾ. പി ടി അബ്ദുറഹ്മാനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും അവർക്ക് തന്നെ വലിയൊരു ഒന്നോ രണ്ടോ എപ്പിസോഡ് തന്നെ ഷൂട്ട് ചെയ്തെടുക്കാനുള്ള മനോഹരമായ കളക്ഷൻ, അർത്ഥവത്തായ പാട്ടുകൾ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ശരിക്കും നല്ല പാട്ടുകൾ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടോ? അല്ലെങ്കിൽ രക്ഷിതാക്കൾ മാതാപിതാക്കൾ നിങ്ങളത് കേൾപ്പിക്കാറുണ്ടോ? അവര് ഇപ്പൊ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കൂടുതലും അർത്ഥവത്തായ മനോഹരമായ പാട്ടുകൾ പാടാനും അതോടൊപ്പം തന്നെ പഠിക്കാനുള്ള അവസരങ്ങൾ കുറെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് പുതിയ കാലത്തെ പാട്ടുകളിലേക്കാണ് പോകുന്നത്. അതിലെന്തെങ്കിലും സാഹിത്യപരമായിട്ട് എന്തെങ്കിലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചലിക്കാൻ വേണ്ടി മാത്രമാണ് ശരിക്കും ഇന്നത്തെ പാട്ടുകൾ കൂടുതലും സ്കൂൾ പ്രോഗ്രാമുകളോ കോളേജ് പ്രോഗ്രാമിലൊക്കെ കാണുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ രക്ഷിതാക്കളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ നല്ല മാപ്പിളപ്പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുട്ടികൾക്ക് അത് പകർന്നു കൊടുത്താൽ, അത് അർത്ഥം പറഞ്ഞു കൊടുത്താൽ തന്നെ വലിയ മാറ്റം അവരിലുണ്ടാവും. ഇപ്പൊ പുതിയ കാലത്തും നിങ്ങൾ പുതിയ പാട്ടുകൾ കേൾക്കുമ്പോഴും പുതിയ രചയിതാക്കളും നല്ല പാട്ടുകൾ രചിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ഷുക്കൂർ ഉടുമ്പന്തലയുടെ നല്ലൊരു പാട്ട്, എനിക്ക് തോന്നുന്നു വി ടി മുരളിയാണ് സംഗീതം ചെയ്തത്. അമ്മിഞ്ഞപ്പാലിൻ വില പേശി വിൽക്കുന്ന അഹങ്കാരത്തിമിരിന്റെ കാലം, അമ്മയ്ക്കും പെങ്ങൾക്കും ഉമ്മയ്ക്കും ബാപ്പാക്കും അതിര് വരയ്ക്കുന്ന കാലം, ഇത് ഖിയാമത്തിനടയാളം, ഇത് ഖിയാമത്തിനടയാളം. ഓരോ വരിയിലും വലിയ വലിയ സാഹിത്യം ഒളിപ്പിക്കുന്ന കവികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അമ്മിഞ്ഞപ്പാലിൻ വില പേശി വിൽക്കുന്ന ഏതൊരാൾക്കും കേട്ടാൽ മനസ്സിലാവില്ലേ? അഹങ്കാരത്തിമിരിന്റെ കാലം, അമ്മയ്ക്കും പെങ്ങൾക്കും ഉമ്മയ്ക്കും ബാപ്പാക്കും അതിര് വരയ്ക്കുന്ന കാലം, ഇത് ഖിയാമത്തിനടയാളം, ഇത് ഖിയാമത്തിനടയാളം. നല്ലൊരു മെസ്സേജ് കിട്ടുന്നില്ലേ? ഇല്ലേ? ഇങ്ങനെ എത്രത്തോളം പുതിയ കാലത്തും പഴയ കാലത്തും കുറെ പാട്ടുകളുണ്ട്. ഇപ്പം എ വി മുഹമ്മദ്, ഞാൻ നേരത്തെ പറഞ്ഞു, എ വിക്ക പാടിയ
ബാബുക്ക സംഗീതം ചെയ്ത KT മുഹമ്മദ് രചിച്ച, പണ്ടൊക്കെ ഞങ്ങൾ പാടി നടന്നിരുന്നു, പരം വിധിച്ചുമ്മായിട്ട് ചുങ്കില് നടക്കുന്ന ശുചത്ത് നമുക്കുണ്ടോ നാട്ടിലെ, വീട്ടിലമത്തെ പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഒരുപാട് നമുക്ക് പഠിക്കാനില്ലേ കുറെ, അല്ലേ? പക്ഷെ പുതിയ കാലത്ത് ഇത്തരം പാട്ടുകൾ നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മുമ്പ് പാടിയിട്ടുണ്ട്, അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്, അവധിയെടുത്തു മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്, അന്തസ്സുള്ളൊരു ദുനിയാവ്. അടിതെറ്റിക്കും നോട്ടീസ് അടിച്ചിറക്കും ഇബിലീസ്, അത് വായിച്ച് പഠിച്ച് ഗമിച്ചാൽ പിന്നെ അതാണ് ഗുലുമാല പീസ്, അന്തസ്സുള്ളൊരു ദുനിയാവ്. നമ്മുടെ മനസ്സിനെ സംസ്കരിച്ച് നമ്മുടെ സ്വഭാവ ശുദ്ധി ഉറപ്പുവരുത്താൻ ഒരുപാട് പാട്ടുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ ഭാവന ഉണർത്താൻ, നമ്മുടെ ഉള്ളിലെ ബുദ്ധി വികസിപ്പിക്കാൻ, എല്ലാ മാനസിക ഉല്ലാസങ്ങൾക്കെല്ലാം. ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കും, മാപ്പിളപ്പാട്ടുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ മരണം, വിരഹം, ദുഃഖം, സങ്കടം ഏത് എടുത്തു നോക്കും. വേണ്ട എന്നാ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഇപ്പോ ദേശഭക്തി ഗാനങ്ങൾ കുറെ മാപ്പിളപ്പാട്ടുകളുണ്ട്. ഇപ്പൊ നമ്മുടെ സ്വഭാവം നന്നാക്കാനുള്ള ഒരു പാട്ട് അറിയില്ലെങ്കിൽ നമുക്ക് മറ്റൊരു പാട്ട് ഉമ്മയുമായി ബന്ധപ്പെട്ട്, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് നമുക്ക് നുഹനെ കൊണ്ടൊന്ന് പാടി നോക്കാം. അറിയോ ഏത് പാട്ടാണ്? ഉമ്മാന്റെ കാലടി. ഉമ്മാന്റെ രചന ആരാന്നറിയോ? ഇല്ല, അറിയില്ല. ഓക്കെ, പഠിക്കാൻ പറയാം. ഉമ്മ ജസ്റ്റ് രണ്ടുപേരും നമുക്കൊന്ന് കേട്ടു നോക്കാം. റെഡി? ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി, ബുദ്ധിമതിയാ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി, അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മറക്കാമോ, അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മറക്കാമോ, 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മായിടുമോ, ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി, ഉദിമതിയാ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി. കോഴിക്കോട് അബൂബക്കർക്ക് സംഗീതം ചെയ്ത് ബാപ്പു വള്ളിപ്പറമ്പിന്റെ രചനയാണ്. മനോഹരമായ ഒരു പാട്ട് തന്നെയാണ് ഉമ്മയുടെ. അതുപോലെ അതേപോലെ മറ്റൊരു ഗാനം കൂടെ ഉണ്ട്, പിന്നെ ഉമ്മയുടെ കാലടിപ്പാടിലാണെന്ന് പറഞ്ഞേ. പക്ഷെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സ്വഭാവം നന്നാക്കാനുള്ള പാട്ട്, ഈ ദേശഭക്തി ഗാനത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു മുമ്പൊക്കെ ഹിറ്റായ ഒരു പാട്ടായിരുന്നു, അരുതരുതേ ഭാരത മൈത്രി, നമ്മൾ തകർക്കരുതേ മമതേ, കൈവിട്ട് പോകരു. കേട്ടിട്ടുണ്ടോ? അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ, കൈകൊത്ത നാടിതുമേ ഭാരതം, നമ്മുടെ പൂക്കളമേ. മരണത്തെ കുറിച്ചൊരു പാട്ട് ആരെങ്കിലും ഒന്ന് എനിക്ക് പാടിത്തരും? മരണം. ഹലീമിലൂടെ നമുക്ക് മരണത്തെ കുറിച്ച് നല്ലൊരു പാട്ട് കേൾക്കാം. ആ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണില് ആരോരുമില്ലാത്ത വാസം, ആ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണില് ആരോരും ഇല്ലാത്ത വാസം, ആടുന്ന തൊട്ടേല് മണിയറമിത്തയിൽ ആടിയോർക്കും ഖബറന്നീരം, അകതാരിൽ വേണം വിചാരം, അകതാരിൽ വേണം വിചാരം, ദുനിയാവിൽ നമ്മളോ വിരുന്നുകാര്, ദുനിയാവിൽ നമ്മളോ വിരുന്നുകാര്, ഇവിടെ സ്ഥിരവാസം ലഭിച്ചതാര്. മനോഹരമായിട്ട് പാടി. രചന ആരാന്ന് അറിയോ? പള്ളിപ്പറമ്പ്. അദ്ദേഹം കുറെ പാട്ടുകൾ, പഴയ കാലത്ത് കുറെ ഹിറ്റ് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നേരത്തെ നുഹ ഇവിടെ മനോഹരമായിട്ട് ഖുർആൻ ആലപിച്ചു. എന്ത് രസമായിട്ടാ അല്ലേ? അതോടൊപ്പം മറ്റ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും കേൾക്കുന്ന നല്ല ബാങ്കുകൾ. ഇപ്പം ഞാൻ മുമ്പ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് മുസ്ലിംസ് വളരെ കുറവാണ്. അപ്പൊ അവിടെയൊക്കെ ശരിക്കും ഞാൻ 2 സ്റ്റൈല് ബാങ്ക് കൊടുത്തപ്പോൾ ശരിക്കും അവർ ഞെട്ടിപ്പോയി. കാരണം ഏതൊക്കെ രാഗമാണെന്ന് പോലും അവർ പിന്നെ ആലോചിക്കണം, ഏത് രാഗത്തിലാണ്. അപ്പൊ
എന്ന് പറയുമ്പോൾ തന്നെ അവർ ശരിക്കും ക്ലാസിക്കലിലൊക്കെ വരുന്ന കുറെ ഗമകങ്ങളൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ്? കാരണം അവരതിനെ പിന്നെ വീണ്ടും വീണ്ടും അവർ എന്നെ കൊണ്ട് ബാങ്ക് പഠിപ്പിക്കുന്നുണ്ട്. നല്ല നല്ല ഖുർആൻ പാരായണങ്ങൾ. നമ്മുടെ ശരിക്കും നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ട്. പക്ഷെ കുട്ടിക്കാലത്ത് പാടുന്ന കുട്ടികളെ പോലും നീ പാടണ്ട, പിന്നെ അത് തെറ്റാണ് എന്ന് പറയുന്നവർക്കൊക്കെ നല്ല അർത്ഥവത്തായ നല്ല മെസ്സേജ് തരുന്ന പാട്ടുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരുത്തി കൊടുക്കണം. ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതാണ് പീർക്കാന്റെ പാട്ടുകൾ, കുറെ പാട്ടുകൾ. അപ്പം മാപ്പിളപ്പാട്ട് നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം അതൊട്ടും ചെറുതല്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്ന് മുതലാണ് ശരിക്കും പാട്ടുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു. ചെറുപ്പം മുതലേ ചെറുപ്പം എപ്പം മുതൽ? LP ക്ലാസ്സിൽ പഠിക്കുന്ന മുതലേ. LP ക്ലാസ് മുതലാണോ? ശരിക്കും LP ക്ലാസ് മുതലാണോ ആ ബന്ധം തുടങ്ങുന്ന വെക്കുമ്പോ ശരിക്കും? അല്ല, പാട്ടുകളുമായി നിങ്ങൾക്കുള്ള ബന്ധം തുടങ്ങുന്നത് നിങ്ങൾ എവിടെ മുതൽ അത്? ഉമ്മന്റെ താരാട്ട് കേൾക്കും. യെസ്, കറക്റ്റ് ആണ്. പ്രസംഗം കേട്ടിട്ട് ആരും ഉറങ്ങിയിട്ടില്ല അല്ലെ? നമ്മൾ ആരും, ഞാൻ കുട്ടിയോട് പറയാം, ഡാൻസ് ചെയ്തിട്ട് ആർക്കും നമുക്ക് ഉറക്കാൻ പറ്റില്ല, അല്ലെ ചിത്രം വരച്ചു കൊടുത്തിട്ട് നമുക്ക് കുട്ടികളെ ഉറക്കാൻ പറ്റില്ല. ഇത് പാടിന്റെ വേണം. പാടാൻ അറിയില്ല എന്ന് പറഞ്ഞ മാതാപിതാക്കൾ പോലും പാടിയിട്ടാണ് കുട്ടികൾ ഉറക്കുന്നത്, അല്ലേ? ഒരു താരാട്ടുപാട്ട് പാടി നോക്കാം നമുക്ക്. താലോലം 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 കുഞ്ഞേ താലോലം കേട്ട് നീ ഉറങ്ങണം മോനെ, ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ ആമ്പലേ അല്ല തന്ന കാതലേ. പിന്നെ നമ്മള് ഇത് പാടാറില്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഖൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാപ്പിളപ്പാട്ടിൽ തന്നെ പല ശാഖകളുണ്ട്. അതൊക്കെ ഏതൊക്കെയെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? മാപ്പിളപ്പാട്ട് ശാഖകൾ ഏതൊക്കെയാണ്? കുറെ ശാഖകൾ. മാലപ്പാട്ട്, കല്യാണപ്പാട്ട്, ഒപ്പനപ്പാട്ട്, കെസ്സുപാട്ട്, വട്ടപ്പാട്ട്, പടപ്പാട്ട്, കത്തുപാട്ട്, വെറ്റിലപ്പാട്ട്, ഇങ്ങനെ കുറെ കളക്ഷൻ ഉണ്ട്. നമ്മള് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ മനസ്സിലാക്കാം. നമുക്ക് ഒരു പിന്നെ മാലപ്പാട്ട്, ആദ്യം പറഞ്ഞ മാലപ്പാട്ടല്ലേ, മാലപ്പാട്ടിന്റെ ഒരു പ്രത്യേകത എന്താ? കണ്ടെടുക്കപ്പെട്ട കൃതികളിൽ ആദ്യത്തേതാണ്. പിന്നെ ഏതാണ് രചന? ആരായിരുന്നു? ഖാദി മുഹമ്മദ്. അത് ഒരു 2 വരി പാടിത്തരാൻ പറ്റുമോ? മാലപ്പാട്ട് അറിയുന്നവർ? ഓക്കെ, എല്ലാരും കൂടെ വേണമെങ്കിൽ പാടാം, അല്ലെങ്കിൽ അറിയുന്നവർ പാടാം. അല്ലാ തിരുപേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലമുടയവൻ ഏകനരുളാലെ ആയി മുഹമ്മദ് അവർക്കിളാണോവർ. അല്ലാ തിരുപേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. മാലപ്പാട്ടിനെ കുറിച്ച് ശരിക്കും നമുക്ക് യൂട്യൂബൊക്കെ എടുത്തു കഴിഞ്ഞാൽ പലതരം കളക്ഷൻ നമുക്ക് കിട്ടും. പഴയ ആളുകളും പുതിയ കാലത്തിലെ ആളുകളും ചെയ്തത്. അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട്, പ്രണയ കാവ്യങ്ങൾ, കത്തുപാട്ടുകൾ കത്തുപാട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് SA ജമീൽ സാഹിബാണ്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വാക്കിലൊക്കെ വലിയ സാഹിത്യം ഒളിപ്പിക്കുന്ന വലിയൊരു ഒരു കത്തുപാട്ട് ആരെങ്കിലും ഒന്ന് എനിക്ക് പാടിത്തരും. ഓക്കെ, അസ്ലഹിലൂടെ നമുക്ക് കേൾക്കാം. അബുദാബിയിലുള്ളോരെഴുത്തുപേട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി. എൻ പ്രിയേ നീ നിന്റെ ഹൃദയം പൊട്ടി എഴുതിയ കത്ത് ഞാൻ കണ്ട് ഞെട്ടി. മധുരാനുഭൂതികളയവിറക്കി മനസ്സിൽ വീണടിയും പൂപ്പേറുക്കി. കരളിൽ ചുടുരക്തമഷിയിൽ മുക്കി കത്തിന്റെ കതിർമാല കോർത്തോരുക്കി.
അതുപോലെ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു പാട്ടായിരുന്നു എനിക്ക് തോന്നുന്നു, എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ ഏറെ പീരീഷത്തിൽ ചൊല്ലിയിടുന്നു അസലാം. അതിന് അനുപല്ലവി ഒന്ന് കേട്ടു നോക്കൂ. വെറുതെ ഫ്രീ ആകുമ്പോൾ ഇരുന്ന് കേട്ടാൽ മതി. ചെറിയ ഒന്ന് രണ്ട് വാക്കുകളിലൊക്കെ ഭയങ്കരമായ അർത്ഥം അയാൾ ഒളിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒപ്പനപ്പാട്ടിനെ കുറിച്ച് പറഞ്ഞു. ഒപ്പനപ്പാട്ട് നിങ്ങൾക്ക് കേട്ട് പരിചയമാണ്. കലോത്സവങ്ങളിലും മത്സരങ്ങളിലൊക്കെ സജീവമായിട്ട് ഒപ്പനപ്പാട്ട് കേൾക്കാറുണ്ട്. അതോടൊപ്പം തന്നെ വട്ടപ്പാട്ടുകൾ, രസകരമായ വട്ടപ്പാട്ടുകൾ പുതിയ കാലത്ത് കുറെ വരുന്നുണ്ട്. പണ്ട് കാലത്ത് ഇപ്പൊ എൻ്റെ ഉപ്പ അറിയപ്പെട്ടൊരു മാപ്പിള കവിയായിരുന്നു. അദ്ദേഹം ഈ വട്ടപ്പാട്ടിലേക്കൊക്കെ കുറെ പാട്ടുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അന്ന് പഴയ ശൈലിയിലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇന്ന് പുതിയ കാലത്ത് പുതിയ ട്യൂൺ ചെയ്ത് നല്ല പാട്ടുകൾ വരാൻ തുടങ്ങി. നമുക്കൊരു വട്ടപ്പാട്ട്. തീർച്ചയായും. അത് ഞാന് കലോത്സവത്തിൽ കൊല്ലം പാടിയ പുതിയ പാട്ടാണ്. ആരാണ് മൻസൂർഖാന്റെ രചന? ആരാ? മൻസൂർ. ഓക്കെ, നമുക്ക് കേട്ടോക്കാം. മധുരപ്പൂവനിലൊളിവ് താനേ മധു ചിന്തും മദന നിലവിലാണേ പുതുമാരം ചേർന്ന് വരുന്നു സഭയിൽ ഞങ്ങൾ പുളകങ്ങൾ തീർത്ത് പുതുമയിലണി ചേർത്ത് സരിഗമ പധനിസ പഠിപ്പതിഞ്ഞൊരശകിസ ശ്രുതി സുഖ വഴി നീളം ശ്രവണ മൃദുല താളം മധുരപ്പൂവനിലൊളിവ് താനേ മധു ചിന്തും മദന നിലവിലാണേ മധു ചിന്തും മദന നിലവിലാണേ. വട്ടപ്പാട്ട് മനോഹരമായിട്ട് പാടി. പുതിയ കാലത്ത് കുറെ പാട്ടുകൾ ഷംസു അരീക്കോടിനെ പോലെയുള്ള കുറെ ആളുകൾ കലോത്സവ മേഖലയിലേക്കൊക്കെ ഒരുപാട് പാട്ടുകൾ നമുക്ക് പുതിയ ട്യൂണിൽ നമുക്ക് തരുന്നുണ്ട്. എനിക്കും കുറച്ച് പാട്ടുകളൊക്കെ സംഗീതം ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം കല്യാണപ്പാട്ട്, അതുപോലെ വെറ്റിലപ്പാട്ട്, കെസ്സുപാട്ട്, കിസ്സപ്പാട്ട്, പലതരം ശാഖകളെ കുറിച്ച് നേരത്തെ റൈഷ ഇവിടെ പറഞ്ഞു. അതിൽ ഈ കല്യാണപ്പാട്ട് എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ഇപ്പം എൻ്റെ ഉപ്പയൊക്കെ പാടിയൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് കല്യാണ പന്തലിൽ കൈ കൊട്ടിപ്പാടുന്നേ കല്യാണ വീട്ടുകാർ കേട്ട് രസിക്കുന്നേ. അതിന്റെ ബാക്കി വരികളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. എന്നാൽ പുതിയ കാലത്തും നമ്മൾ റിയാലിറ്റി ഷോകളൊക്കെ കേൾക്കുന്ന നല്ല കല്യാണ പാട്ടുകളുണ്ട് ഇല്ലേ? പുന്നാര മഹമൂദിൻ പൂമണി മോളുടെ കാനോത്ത് പൂവത്ത ഫാത്തിമ സുഹ്റാക്കുള്ളിൽ കുഴലൂത്ത് കണ്ണാടി കവിളത്ത് ബീവിക്കൊണ്ടൊരു മത്താപ്പ് കാനോത്ത് രാവിനായി നീലാകാശമേലാപ്പ് ഹാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിയുടെ കാനോത്തിന്നാണ്. ഹാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിയുടെ കാനോത്തിന്നാണ്. പുന്നാര മഹമൂദിൻ പൂമണി മോളുടെ കാനോത്ത് പൂവത്ത ഫാത്തിമ സുഹ്റാക്കുള്ളിൽ കുഴലൂത്ത്. മാപ്പിളപ്പാട്ട് ശാഖയെ കുറിച്ച് റേഷ പറയുമ്പോ ഈ പണ്ട് കാലത്തുള്ള ഒപ്പനപ്പാട്ടുകൾ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഈ കല്യാണ പാട്ടുകൾ എന്ന് പറയുന്നത് അന്ന് പഴയ ശൈലിയിൽ ചെയ്തത്. പക്ഷെ പുതിയ കാലത്ത് കുറെ പാട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ വെറ്റിലപ്പാട്ട് ആരെയും കേട്ടിട്ടുണ്ടോ? വട്ടപ്പാട്ടിലൊരു വെറ്റിലപ്പാട്ടുണ്ട്. 102 വരി വെറ്റിലപ്പാട്ട് അറിയുന്ന പോർഷൻ മതി. ഉരത്തിയവൻ താലമിലൊത്തിരി വെറ്റില പാക്കും ജോരിലായി നിരവധി പേരുണ്ട് മുറുക്കി ചോപ്പണിഞ്ഞ ചുണ്ടുമായി കല്യാണ പന്തലകത്തിൽ കൂടിക്കോട്ട് വട്ടമിലായി കഥയും കളിച്ചിരിയും പാട്ടും ചേലിലായി വിരുത്തി സുന്ദര തളിരിലെ ദൂരെ പുരട്ടി അടക്കാ പോലെയതും അതിൽ ചേർത്ത് ഭക്ഷണശേഷം കൂടിയിരുന്ന് മുറുക്കി രസിച്ചവരേറെ രസിത്ത് മുറുക്കി രസിച്ചവരേറെ രസിത്തേ.
പുതിയ കാലത്ത് വെറ്റിലപ്പോ ഈ ഒപ്പന മത്സരങ്ങളിലേക്കൊക്കെ പുതിയ പാട്ടുകൾ സെറ്റ് ചെയ്യുമ്പോൾ കുറേയൊക്കെ മാറി. ഇപ്പൊ പണ്ട് കാലത്ത് കുറെ വെറ്റിലപ്പാട്ടുണ്ട്. കിളിവാലൻ വെറ്റില നീട്ടി മുറുക്കിയിട്ട് കിളവന്മാരെല്ലാരും സഭയിൽ രസിക്കുന്നേ, കലപില കല്യാണ പാട്ടു വീരുത്തിയിട്ട് വന്നവർക്കെല്ലാവർക്കും ബാറക്ക നേരുന്നേ. വെറ്റിലപ്പാട്ട് കുറെ ഉണ്ട്, നമ്മൾ കേൾക്കുന്നില്ല. ഇപ്പൊ ഈ പുതിയ കാലത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല വട്ടപ്പാട്ടുകൾ വരലുണ്ട് അല്ലേ? ഈ അടുത്ത് ഹിറ്റായ ഒരു പാട്ടാണ് ഏത്? ഷറഫൂറ്റ ഖുറൈശിയിൽ പിറൈന്ദദാശിമി ശുഹറായ മഹമൂദ് വരുന്നുണ്ടല്ലോ, തോഹ ഷൗക്കോടെ പുതുമാരൻ ചമഞ്ഞുവല്ലോ, അറബിലും ബദറേ അജമിലും ഷുഹറേ ആരംഭത്തറവാട്ടിലുദിത്ത നൂറേ അല്ലേ? കുറെ നല്ല പാട്ടുകളുണ്ട്. പിന്നെ വട്ടപ്പാട്ടുകളും ഒപ്പനപ്പാട്ടുകളും അതോടൊപ്പം തന്നെ വെറ്റിലപ്പാട്ടുകളൊക്കെ. അപ്പോൾ റൈഷ സൂചിപ്പിച്ച പോലെ മാപ്പിളപ്പാട്ട് ശാഖകൾ തന്നെ നമ്മൾ വേർതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് പാടി പറയാൻ കുറഞ്ഞ സമയമൊന്നും മതി വരില്ല. അത്രയും പാട്ടുകൾ നമുക്ക് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാപ്പിള കവികൾ കുറെ നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഒത്തിരി കവികളുണ്ട്. ആദ്യം നമുക്ക് തന്നെ വൈദ്യരെ കുറിച്ച് പറയാം. വൈദ്യര് തന്ന നമ്മൾ ഈ പുതിയ കാലത്ത് ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകൾ വൈദ്യര് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 3ാം ക്ലാസ് പ്രായമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം പാടിയത് വൈദ്യരെ പാട്ടാണ്. പക്ഷെ അന്ന് ഞാൻ ആ വൈദ്യരെ പാട്ട് പാടുമ്പോൾ എനിക്ക് എൻ്റെ ഉപ്പ അതിൻ്റെ അർത്ഥം പറഞ്ഞിരുന്നുണ്ട്. സവാദ് റളിയല്ലാഹു അൻഹുവും മുത്ത് നബിയുമായിട്ടുള്ള വലിയ ഒരു സംഭാഷണമാണ് അവിടെ പറയുന്നത്. ആ നിസ്കാരത്തില് സ്വഫ് തെറ്റി നിൽക്കുന്നു, അതുകൊണ്ട് റസൂൽ തങ്ങൾ ഒരു വടി കൊണ്ട് അടിച്ച സമയത്ത് ഞാൻ ഖമീസ് ധരിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വേദനിച്ചു, തിരിച്ചു നിങ്ങളെ പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞ് മനോഹരമായിട്ട് വൈദ്യർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പാട്ട് പണ്ട് ഇങ്ങനെയായിരുന്നു നമ്മൾ പാടിയിരുന്നത്. ഉരത്തിയാ മൗലൽ ഉറുബ ഉഷിരങ്ങൾ യാ ഹബീബ ഉദിമങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ്. അത് നമ്മളങ്ങനെ അവര് പഠിപ്പിക്കും, പക്ഷെ നമ്മൾ തിരിച്ചു പാടും. ഉരത്തിയാ മൗലൽ ഉറുബ ഉഷിരങ്ങൾ യാ ഹബീബ ഉദിമങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ്. ശരിക്കും ഇതൊക്കെ ഒരു വേദിയിൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മൊത്തം അർത്ഥം പറഞ്ഞു കൊടുത്താൽ തന്നെ എന്ത് രസാന്നറിയും. മനോഹരമായ പാട്ടാണ്. അതുപോലെ വൈദ്യര് തന്നെ പുതിയ കാലത്തെ ആളുകളും വൈദ്യരുടെ പഴയ പാട്ടുകൾ പുതിയ ട്യൂണിൽ പാടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കലോത്സവത്തിലൊക്കെ ചിലപ്പോൾ വൈദ്യരെ പാട്ടുകൾ പാടിയിട്ടുണ്ടാവും അല്ലെ? ഒരു 2 വരി ഒന്ന് പാടിക്കും. റെഡി? അരുളിന്റെ ദൂവി സൂറത്തെടുത്തോതുൽ ഖൈറ അലർജിങ്കൾ ബശരാശയാത്തിങ്കൾ ശൂറൂറ അമയങ്ങൾ നീജ കണ്ട് സകൽ പൊട്ടും കേസീറ അരുണപ്പേടുള്ളറൂറ അകന്തേറും സൂറൂറ തരുണൽ കുൽഹുവല്ലാഹുവദത്തിരുമേ താനെയോതി കൂടിമേ വീടും മലർക്കരമേ തമ്മലർ തതിലുതി ശീരം മുഖം താനുമേ തശുകിടും മനമേ സമയത്തിൽ നിതമേ അരുളിന്റെ ദൂവി സൂറത്തെടുത്തോതുൽ ഖൈറ അലർജിങ്കൾ ബശരാശയാത്തിങ്കൾ ശൂറൂറ അഭയങ്ങൾ നീജ കണ്ട് സകൽ തൊട്ടും കേസീറ അരുണപ്പേടുള്ളറൂറ അകന്തേറും സൂറൂറ. വൈദ്യരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ശരിക്കും എല്ലാവർക്കും ഉള്ള ധാരണയാണ് ട്രഡീഷണൽ മാപ്പിള പാട്ടുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഹിറ്റ് പാട്ടുകൾ ഹുസ്നുൽ ജമാൽ
ജസ്റ്റ് ഒന്ന് പോയിട്ട് കേട്ടാൽ മതി. അതോടൊപ്പം തന്നെ പലപ്പോഴും പല ആളുകളും പാടുന്നുണ്ട് മലയാളം പാട്ടുകൾ. മലയാളം വരികളിൽ തന്നെ വരുന്ന കുറെ പാട്ടുകളുണ്ട്. മുല്ലപ്പൂഞ്ചോലയിൽ മൂളുന്ന വണ്ടേ, മാനിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ, കൊല്ലൻ പണിന്തൊരു ആലനി കണ്ടോ, കേവലം പാറി കളിക്കുന്ന വണ്ടേ. വൈദ്യര് കുറെ പാട്ടുകൾ ട്രഡീഷണലും തന്നിട്ടുണ്ട്, അല്ലാത്തതും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ കൂടുതലും ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകളാണ് കൂടുതലും നമ്മൾ പാടുന്നത്. നമ്മൾ ഇപ്പോ മാപ്പിളപ്പാട്ട് ശാഖകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, കവികളെ കുറിച്ച് പറഞ്ഞു, അത് വൈദ്യരെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ നേരത്തെ നമ്മൾ PT അബ്ദുറഹിമാനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് പെരുന്നാളുമായി ബന്ധപ്പെട്ട കുറച്ച് പാട്ടുകളാണ് നമ്മൾ അവിടെ പറഞ്ഞു പോയത്. PT അബ്ദുറഹിമാൻ നമുക്ക് തന്ന കുറേ പാട്ടുകളുണ്ട്. അതൊരിക്കലും നമുക്കിവിടെ പറയാതെ പോകാന്ന് പറയുന്നത് ശരിക്കും ശരിയല്ല. അപ്പൊ PT അബ്ദുറഹിമാന്റെ ഒരു പാട്ട് അസ്ലഹിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലെ. പെരുന്നാൾ പാട്ട് അല്ലാതെ തന്നെ ഇഷ്ടം പോലെ പാട്ടുകൾ PT പാട്ടുകളുണ്ട്. ഒരു പാട്ട് പാടാം. മസ്ജിദുൽ ഹറം കാണാൻ ഉണരുന്ന ഫജർ പോലെ, ബിസ്മില്ലിതളിട്ട പൊരുള് പോലെ, ഞാനും തസ്ബീഹിൽ വിടരുന്നേ ഇരവിന്നേലേ. മസ്ജിദുൽ ഹറം കാണാൻ ഉണരുന്ന ഫജർ പോലെ, ബിസ്മില്ലിതളിട്ട പൊരുള് പോലെ, ഞാനും തസ്ബീഹിൽ വിടരുന്നേ ഇരവിന്നേലേ. ആകക്കണ്ണിൻ ശതലക്ഷം ശ്ലതബിംബം തെളിയുന്നു, അഹ്മദു റസൂലിന്റെ സമാൻ കാണുന്നു. ആകക്കണ്ണിൻ ശതലക്ഷം ശ്ലതബിംബം തെളിയുന്നു, അഹ്മദു റസൂലിന്റെ സമാൻ കാണുന്നു. റബ്ബിൻ അഹദിയ തടിവേരാൽ നിലനിൽക്കുന്നു. മസ്ജിദുൽ ഹറം കാണാൻ ഉണരുന്ന ഫജർ പോലെ, ബിസ്മില്ലിതളിട്ട പൊരുള് പോലെ, ഞാനും തസ്ബീഹിൽ വിടരുന്നേ ഇരവിന്മേലേ. നല്ല വരികൾ, PT നല്ല വരികൾ. ഒരു 10 മാപ്പിളപ്പാട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ കൂടുതലും PT പാട്ടുകളായിരിക്കും. പുതിയ കാലത്തെ ആളുകളും പഴയ കാലത്തെ ആളുകളും ഇന്നും പാടി നടക്കുന്നത് PT പാട്ടുകൾ തന്നെയാണ്. ഇപ്പൊ നേരത്തെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട് പാടി, അതായിരുന്നു ആകാശഭൂമി. അതുപോലെ തന്നെ മീറാജ് രാവിലെ കാറ്റേ, അതുപോലെ ഉടനെ കടുത്തന്നെ നേരത്തെ അവിടെ പാടി, യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി അല്ലെ. കുറെ അതുപോലെ എനിക്ക് തോന്നുന്നു PTയുടെ പഴയ കാലത്തെ സിനിമാ പിന്നണിയിലുള്ള ആളുകൾ, മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ കുറെ പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പഴയൊരു സിനിമയിലെ ഹിറ്റ് പാട്ട് റേഷോട് ചോദിക്കട്ടെ, ഞാൻ ക്ലൂ തരാം. വേറെ VT മുരളിയാണ് പാട്ട് പാടിയത്. പാഠപുസ്തകത്തിൽ മായി പീലി വെച്ച് കൊണ്ട് പീലി പെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പു കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്ന്, ഇപ്പോഴാ കഥകളെ നാം അപ്പടി മറന്ന്. ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. കോന്തലക്കൽ നീനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക. VT മുരളി മനോഹരമായിട്ട് നമുക്ക് ഈ പാട്ട് പാടി തന്നിട്ടുണ്ട്. അതോടൊപ്പം
ഒരു 5 പാട്ടുകൾ ഞാൻ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ മുമ്പിൽ പറയാം. അറിയുന്നവരാരെങ്കിലും ഈ 5 പാട്ടിൽ ഒരു പാട്ട്, ഞാൻ ഈ പാട്ടുകൾ പറയുന്നത് PT അബ്ദുറഹ്മാന്റെ കുറച്ച് പാട്ടുകൾ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് ലിസ്റ്റ് പറയാം. ഞാൻ തൊട്ട് മുമ്പിൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പാടി, എങ്കിലും അറിയുന്നവർ ഒരാൾ ഒന്ന് പാടിത്തരാം. ഞാൻ ജസ്റ്റ് പാട്ടൊന്ന് പറയാം. ആകാശഭൂമി നേരത്തെ നമ്മളെ പെരുന്നാളുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ അസ്ലഹദ് അവിടെ പാടി. മിറാജ് രാവിലെ കാറ്റെ, യാക്കൂബ് നബിക്ക്, പടപ്പ് പടപ്പോട്, കാഫുമല കണ്ട, നമസ്കാര വിരിപ്പിൽ. PT ഹിറ്റ് പാട്ടുകളാണ്. അപ്പൊ ഇതില് അറിയുന്ന ഒരു പാട്ട്, ഞാൻ ഈ പാട്ടുകൾ മുഴുവൻ പാടാത്തത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് സമയക്കുറവ്, 2 ഇത്രയും പാട്ട് PT കുറച്ച് പാട്ടുകൾ ആളുകൾ പിന്നെ അറിയട്ടെ. എല്ലാവർക്കും അറിയുന്ന പാട്ടുകളാണ്, അപ്പൊ നമുക്ക് പറഞ്ഞു പോവാല്ലോ. എങ്കിലും ഒരു പാട്ട് ഇതിൽ നിന്ന് ആരെങ്കിലും ഒരാള് റൈഷ നമസ്കാര വിരിപ്പിൽ അറിയാം. ഓക്കെ, പാടാം. നമസ്കാര വിരിപ്പിൽ മുഖമാമർത്തി നടുങ്ങുന്നു കരയുന്നു കൽബോണർത്തി ഇടനെഞ്ചിൽ തൊടി കൊട്ടി പാടി പാടി ഇതുവരെ ഇവിടെ നാം എന്തു നേടി. നമസ്കാര വിരിപ്പിൽ മുഖമാമർത്തി നടുങ്ങുന്നു കരയുന്നു കൽബോണർത്തി. ഒരു റിയാലിറ്റി ഷോ വന്നാൽ തന്നെ കൂടുതൽ പാട്ടുകളും പാടുന്നത് കൂടുതലും PT പാട്ടുകളായിരിക്കും. അപ്പൊ നമ്മൾ വൈദ്യരെ കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ PT, അതുപോലെ KT മുഹമ്മദ്, കുറെ കവികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകണമെന്നാണ് കരുതുന്നത്. ഇവിടെ നമുക്ക് പുതിയ കാലത്ത് നല്ല മാപ്പിളപ്പാട്ടുകളും ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകളും അല്ലാത്ത പാട്ടുകളും നല്ല ഒപ്പന പാട്ടുകളും നല്ല ഭക്തി ഗാനങ്ങളും നമുക്ക് തന്നതാണ് OM കരുവാരക്കുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഭാഗത്താണ് അല്ലെ, തോന്നുന്നു കരുവാരക്കുണ്ട് ആ ഭാഗത്താണ്. അദ്ദേഹം ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു ദാസേട്ടൻ കുറെ പാട്ടുകൾ പാടി, ചിത്ര ചേച്ചി കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. നേരത്തെ PT പാട്ടുകൾ തന്നെ പഴയകാല സിനിമയിൽ ഹിറ്റായിട്ടുള്ള പല പ്ലേബാക്ക് സിംഗേഴ്സും OM പാട്ടുകൾ പാടിയിട്ടുണ്ട്. കൂടുതലും ദാസേട്ടനാണ് പാടിയത്. അതുപോലെ കോഴിക്കോട് അബൂബക്കർക്കയുടെ പാട്ടുകൾ ദാസേട്ടൻ കുറെ പാടിയിട്ടുണ്ട്, ചിത്രേച്ച് പാടിയിട്ടുണ്ട്. അപ്പൊ അതിൽ OM കുറച്ച് പാട്ടുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം ഹലീമിൽ നിന്ന് തുടങ്ങാം. ഉഹിദ് മലയോളം ഉയരത്തിൽ ദോഷങ്ങൾ കാണും നിന്നിൽ ഞാൻ രക്ഷിതാവേ. ഉഹിദ് മലയോളം ഉയരത്തിൽ ദോഷങ്ങൾ കാണും നിന്നിൽ ഞാൻ രക്ഷിതാവേ. സകലവും പൊറുക്കണേ, സദാ ഗുണം ചൊരിയണേ, ആഫിയത്തരുളണേ യാ അല്ലാഹ്. സകലവും പൊറുക്കണേ, സദാ ഗുണം ചൊരിയണേ, ആഫിയത്തരുളണേ യാ അല്ലാഹ്. കരുണക്കടലായ ഹയ്യുൽ ഖയ്യൂമീ, കനിവല്ലാതൊന്നും എനിക്കില്ലല്ലോ. കരളിലെ നൊമ്പരും തീർക്കാനീ പാപിക്ക്, കരളിലെ നൊമ്പരും തീർക്കാനീ പാപിക്ക് ഒരുവനല്ലാതെ തുണയില്ലല്ലോ. കരുണക്കടലായ ഹയ്യുൽ ഖയ്യൂമീൻ, കനിവല്ലാതൊന്നും എനിക്കില്ലല്ലോ. ചിത്രേച്ചിയാണ് പാടിയത് അല്ലെ? ചിത്രേച്ചിയിലൂടെയാണ് നമ്മളൊക്കെ ശരിക്കും അതിന്റെ ഒറിജിനൽ കേട്ടത്. അതുപോലെ തന്നെ മറ്റൊരു ഗാനം MG പാടിയ നല്ലൊരു പാട്ടുണ്ട്, അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്. നുഹന്ന് ready. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്, നേരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. റസൂലേ ശറഫാം നൂറേ
ജമാലേ പൊലിവാം ഖൈറേ യാ സയ്യിദി ഹബീബി യാ ഹാഷിമി നസീബി ഈ ആലമാകെ പോരിഷയായി തീർന്ന റസൂല് അല്ലാഹുവിൻ്റെ ദൂതരായ ത്വാഹ റസൂല് ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. അതോടൊപ്പം OM-ന്റെ പാട്ടുകൾ ശരിക്കും പുതിയ സംഗീത സംവിധായകരും എന്നാൽ അറിയപ്പെട്ട സംഗീത സംവിധായകരൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അനീസ് മാഷ് ചെയ്ത നമ്മളെ കൂടെ ഒക്കെ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാം, കുറെ നല്ല കലോത്സവ പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അനീസ് മാഷ് പാടിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് നമുക്ക് അസ്ലഹിന്റെ വോയിസിലൂടെ ഒന്ന് കേൾക്കാം. സന്തോഷ പുതു പെരുന്നാൾ ഷറഫുറ്റ തിരുഹജർ പോലിവാകും മക്ക സകലരും ഇലഹിന്റെ പുകൾ പടും ദിക്ക സമതിന്റെ റഹമത്തിൽ കുളിരടും ഹക്ക സ്തുതിത്ത് റബ്ബിനെ നമിത്ത് മന്ദിരം നലർത്ത് സുന്ദരമേ സ്മരിത്ത് പാവന ചരിത്രമൊത്തിരി ഉരത്ത് സന്തതമേ. സന്തോഷ പുതു പെരുന്നാൾ ഷറഫുറ്റ തിരുഹജൽ പോലിവാകും മക്ക സകലരും ഇലഹിന്റെ പുകൾ പടും ദിക്ക സമതിന്റെ റഹമത്തിൽ കുളിരാടും ഹക്ക സ്തുതിത്ത് റബ്ബിനെ നമിത്ത് മന്ദിര നലർത്ത് സുന്ദരമേ സ്മരിത്ത് പാവന ചരിത്രമൊത്തിരി ഉരത്ത് സന്തതമേ. OM-ന്റെ കുറെ ഹിറ്റ് പാട്ടുകളുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച പോലെ ഞാൻ 5 പാട്ട് ഒന്ന് മെൻഷൻ ചെയ്യാം. നമുക്ക് കുറെ പാട്ടുകൾ പാടാൻ സമയമില്ലാത്തത് കൊണ്ട് 5 പാട്ടുകൾ ഞാൻ പറയാം. അറിയുന്നവരൊന്ന് അതിലൊരു പാട്ട് നമ്മുടെ ഓഡിയൻസിന് ഒന്ന് കൊടുത്താൽ മതി. ഒന്ന് മുറാദിയാഹിറം അല്ലാ, അതോടൊപ്പം മസ്ജിദുൽ ഹറമിന്റെ പടിവാതി അല്ലെ, കേട്ടിട്ടില്ലേ? കേട്ട പാട്ടുകളാണ്. എനിക്ക് തോന്നുന്നു അതും ചിത്രേച്ചിയാണ് പാടിയതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ത്വാഹ റസൂലുള്ളാഹേ റൂഹിന് പറയാനാകുമോ അസ്റായിലെത്തുമ്പോൾ, അല്ലെ? അത് ശരിക്കും ഫീലോട് കൂടി കേട്ട് കഴിഞ്ഞാൽ കരഞ്ഞു പോകും. അത്രയും മനോഹരമായ പാട്ടുകളാണ്. പിന്നെ കുറെ പഴയ കാലത്തെ പൈങ്കിളി പാട്ടുകളുണ്ട്. പൊന്നു സഖി എന്തിനാ എന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ കുറെ OM എഴുതിയിട്ടുണ്ട്. അപ്പോ നിങ്ങള് അതിലൊരു പാട്ട് നല്ലൊരു പിന്നെ ഹലീം പാടാം കേസ്. ഒരു നാളിൽ മഹേശ്വര സഭയ്ക്കുള്ളേ വരും ഞാനേ, ഒരു നാളിൽ മഹേശ്വര സഭയ്ക്കുള്ളേ വരും ഞാനേ, കൊടും ചോടിൽ അരശിൻ്റെ തണലേകു സുബ്ഹാനേ, കൊടും ചോടിൽ അർശിന്റെ തണലേകു സുബ്ഹാനേ, തണലേകു സുബ്ഹാനേ. മുറാദി ആഖിറം അല്ലാ മുറാദി നിൻ ലിഖാ അല്ലാ, മുറാദി ജന്നത്താണല്ലാ, മുറാദി ജന്നത്താണല്ലാ, മുറാദേ ഹാസിലാക്കല്ലാ, മുറാദി ആഖിറം അല്ലാ മുറാദി നിൻ ലിഖാ അല്ലാ. മാഷാ അല്ലാ, നന്നായി പാടി. ഈ OM കരുവാരെ കൊണ്ട് എന്നെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ചേർത്തു പറയേണ്ട ഒരാൾ തന്നെയാണ് ബാപ്പു വെള്ളിപ്പറമ്പ്. കുറെ ഹിറ്റ് പാട്ടുകൾ പഴയതും പുതിയതും ഒപ്പനപ്പാട്ടുകളും കല്യാണപ്പാട്ടുകളൊക്കെ നമുക്ക് ഒരുപാട് സമ്മാനിച്ചിട്ടുണ്ട് ബാപ്പു വെള്ളിപ്പറമ്പ്. നമുക്ക് റൈഷയിലൂടെ ഒരു പാട്ട് കേൾക്കാം. ബാപ്പുകയുടെ ഏതെങ്കിലും ഒരു പാട്ട്. നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നേ, നേർവഴി കാട്ടി പിഴവെല്ലാം പൊറുത്തിടണേ, നീറുന്ന മനസ്സിൽ നീ കുളിർ വീശി തരണേ, നിഴമത്തും റഹ്മത്തും നിറക്കെന്റെ പരനെ, പരമദയാപരനായൊരു സുബ്ഹാനേ, എൻ കൽബിനുള്ളിൽ പടരും വേദന തീർക്കിനി റഹ്മാനേ, അല്ലാഹുവല്ലാതാരുമില്ല രക്ഷയെനിക്ക്, ആദിയോനെ ഇന്നെനിക്ക് കരയാനും പറയാനും മനം തുറന്നിരക്കാനും, നീയല്ലാതാരുമില്ല കോനേ, എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ.
ആ പാട്ട് ഇറങ്ങിയ കൂട്ടത്തിൽ തന്നെ ദാസേട്ടൻ പാടി ഹിറ്റ് പാട്ടും കൂടെ ഉണ്ട്. ഭയങ്കരമായി ഈ പുതിയ കാലത്തും എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് വരുന്നൊരു പാട്ട്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് തുടക്കം പാടിത്തരാം. നുഹനെ കൊണ്ടൊന്ന് പാടിക്കാം. ഇവിടെയാണോ? കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു. അറിയോ? അറിയില്ല. റേഷക്ക അറിയോ? എന്നാ രണ്ടുപേരും പാട്ട്. മാനസം തേങ്ങും പിന്നെ സുജോതിയിലും മന്നാനെ കണ്ണീരാണിന്റെ നിസ്കാരപ്പായലും എണ്ണിയാൽ തീരാത്ത പാപം പേരി തളർന്നു ഞാൻ. എല്ലാം അറിഞ്ഞപ്പോൾ മാപ്പിനായിരവോതും ഞാൻ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ. കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. ഈ അടുത്ത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയകളിൽ കേട്ട കുറച്ച് മുമ്പ് എഴുതിയ പാട്ടുകളാണ്. ഹിറ്റ് ഒരു പാട്ടായിരുന്നു മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലേ. പക്ഷെ ഇതൊന്നും ബാപ്പുക്കാണ് എഴുതിയെന്ന് ചില ആളുകൾക്കൊന്നും അറിയില്ല. അപ്പം അത് പിന്നെ പുതിയ കാലത്ത് ആരെങ്കിലും ചെയ്തതാണ് എന്ന ധാരണയിലാണ് ചില ആളുകളൊക്കെ ഉള്ളത്. അതിന്റെ രണ്ടുപേര് നുഹ ഒന്ന് മക്കത്ത് പൂത്തൊരു. മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്ത് ബിലാലിന്റെ ബാങ്കുലി പരത്തണ കാറ്റലയായെങ്കിൽ മുമ്പരാമമ്പിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്നു പിറന്നെങ്കിൽ അന്നു പിറന്നെങ്കിൽ. ഈ സുബ്ഹാന്റെ മസ്ജിദിൽ അതോടൊപ്പം തന്നെ മക്ക മണൽ തട്ടിൽ അല്ലാഹദേയ ആരാധ്യനേ അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എത്തീമുകൾ എത്തീമിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. കുറേ പാട്ടുകൾ വാപ്പുക്കാന്റെ. നമ്മൾ കൂടുതൽ പാട്ടുകളിലേക്ക് പോകാൻ നമുക്ക് സമയപരിമിതി ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് നമ്മൾ ഒരിക്കലും പറയാതെ പോകാൻ പറ്റാത്തൊരു ഗായികയാണ് ആയിഷ ബീഗം. എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന വീഡിയോ കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇഷ്ടം പോലെ പാട്ടുകൾ നമ്മൾ കുട്ടിക്കാലത്ത് മദ്രസകളിലൊക്കെ പാടിയ കൂടുതലും പാട്ടുകളും ഇനി മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ പാട്ടുകളായിക്കോട്ടെ ആയിഷ ബീഗത്തിന്റെ കുറെ പാട്ടുകളുണ്ട്. അത് എനിക്ക് തോന്നുന്നു 1-2 പാട്ടുകൾ നജക്ക് അറിയാന്നാണ് എനിക്ക് തോന്നുന്നത്. പാടിത്തരോ? എനിക്ക് തോന്നുന്നു AM ഷെരീഫ് കെയും AM കോയൊക്കെ എഴുതിയിട്ടുള്ള ഈ AM ഷെരീഫ് കെയുടെ ഭാര്യയാണ് ശരിക്കും ആയിഷ ബീഗം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കീബോർഡിസ്റ്റ് ആയിരുന്നു. അവരെ ഫാമിലിയിൽ നിന്നാണ് ശരിക്കും, ആ കുടുംബത്തിൽ നിന്നാണ് ശരിക്കും ഇത്രയും പാട്ടുകൾ വരുന്നത്. ഹിറ്റ് പാട്ടുകളുണ്ട്. അതിലൊന്ന് നമുക്ക് നജന്റെ വോയിസിലൂടെ ഒന്ന് കേൾക്കാം. മലക്കൽ മൗത്തസറായിൽ അണഞ്ഞിടും മുൻപേ ചലനമെൻ തടയിൽ നിലച്ചിടും മുൻപേ പുണ്യ നബി തന്റെ റൗള ഷരീഫ് ഒന്ന് കണ്ണിനു കാട്ടിടണേ ഇലാഹിൻ കണ്ണിനു കാട്ടിടണേ. മലക്കുൽ മൗത്തസറായിൽ അണഞ്ഞിടും മുൻപേ ചലനമെൻ തടയിൽ നിലച്ചിടും മുൻപേ പുണ്യ നബി തന്റെ റൗള ഷരീഫ് ഒന്ന് കണ്ണിനു കാട്ടിടണേ ഇലാഹിൻ കണ്ണിനു കാട്ടിടണേ. ഈ പാട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇവരുടെ കൂട്ടുകെട്ടിൽ മറ്റൊരു ഗാനം ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂണ്ടേ. ഇതോടൊന്ന് പഠിച്ചു. ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂണ്ടേ ഇറയവൻ കുതിരത്താൽ കനവ് കണ്ടേ. ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂണ്ടേ ഇറയവൻ കുതിരത്താൽ കനവ് കണ്ടേ.
മരുഭൂവിൽ വളർന്നൊരു തൻ പ്രിയപുത്രൻ മണിയായ ഇസ്മായിലിനെ ബലി നൽകാൻ മനതരിലരുളിയ കഥയത് ചൊല്ലാൻ മനം ഞെട്ടി ഉണർന്നീടെ നബിയുമന്നേ മനവിയാം ഹാജറയോടൂരത്ത് പിന്നെ മനം ഞെട്ടി ഉണർന്നീടെ നബിയുമന്നേ മനവിയാം ഹാജറയോടൂരത്ത് പിന്നെ. മനോഹരമായിട്ട് പാടി. ഈ കൂട്ടുകെട്ടിൽ തന്നെ കുറെ നല്ല പാട്ടുകളുണ്ട്. അഹദായവനേ സമദായവനേ, കുറെ പാട്ടുകളുണ്ട്. എല്ലാ പാട്ടുകളും നമുക്ക് പാടാനുള്ള സമയക്കുറവുണ്ട്. അതോടൊപ്പം നേരത്തെ നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു AB മുഹമ്മദ്, ബാബുരാജ് മാഷ്, KT മുഹമ്മദ്. ഈ കൂട്ടുകെട്ടിൽ തന്നെ ഏകദേശം 10ഓളം പാട്ടുകൾ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഹിറ്റ് പാട്ടുകളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒന്ന് പകലന്നിഷാനിയാലം അറിയോ, പരിപാലക സഹായ മഖ്ലൂഖ് ജിൻ ഇൻസാന മലക്ക് സമാനൂന തഖ്ദീർ ദലം പ്രസ്ഥാന. അതുപോലെ മറ്റൊരു പാട്ടായിരുന്നു ഇലാഹായ പൂരാനോ. നേരത്തെ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈദുമായി ബന്ധപ്പെട്ട ഇതിൽ നജാദ് മനോഹരമായിട്ട് പാടി തന്നിട്ടുണ്ട്. അതുപോലെ മനുഷ്യ നീ മറന്നിടുമോ, നല്ല പാട്ടാ. അതിന്റെ അനുപല്ലവിയിലൊക്കെ രസകരമായ ട്യൂണ് വരുന്നുണ്ട്. അതുപോലെ പണ്ട് നിങ്ങളൊക്കെ പാടിയ പാട്ടായിരിക്കും ബിസ്മിയും ഹംദും സ്വലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ലെ ചിന്തയിൽ ദുആയിരന്നിടുന്നേ കഷ്ടതാഗ്രഹപ്പിഴകൾ തട്ടി നീക്കുവാനായി. കുറെ പാട്ടുകള്. അതുപോലെ ആ പ്രിയ സഹോദരരെ അറിയോ, രജക്കറിയോ, കനിവാലയത്തീമോരേ. അതുപോലെ പരംപിരിച്ചുമായിട്ട് ചുങ്കില് നടക്കുന്ന അർത്ഥവത്തായ വരികളാണ് ഈ. പക്ഷെ ഇതിന്റെ അത്ഭുതം എന്താന്ന് വെച്ചാൽ ബാബുക്കയാണ് ഇതിന്റെ സംഗീതം എന്നുള്ളതാണ്. അദ്ദേഹം കുറേ മാപ്പിളപ്പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് ഞാൻ ഒരാളെ പറയുന്നു, KG സത്താർ സാഹിബ്. 2 പാട്ട് കേട്ടാൽ മതി അദ്ദേഹം തന്ന സംഭാവന എന്താന്ന് നമുക്ക് മനസ്സിലാവും. മനോഹരമായ പാട്ട്. അതിൽ ഒന്ന് നമുക്ക് മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ടുപോകണേ, മക്കം കാണുവാൻ ഹബം ചുറ്റുവാൻ പില്ല പിടിച്ചൊന്ന് കേടുവാൻ, മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ടുപോകണേ. ഞാൻ ഈ പാട്ട് പാടുമ്പം എന്നെക്കാളും മനോഹരമായി നമ്മുടെ റിയാലിറ്റി ഷോയിലൊക്കെ കുറെ പേര് പാടിയിട്ടുണ്ട്. നമ്മൾ ഇരുന്ന് പോകും ചില പാട്ടുകളൊക്കെ കേട്ടാ അല്ലേ. എനിക്ക് തോന്നുന്നു 14 രാവിലെ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ബാദുഷ കുറെ പാടിയിട്ടുണ്ട്. ശരിക്കും നമ്മള് അത്രയും കൃത്യമായ സംഗതികൾ, അളന്നു മുറിച്ച സംഗതി എന്നൊക്കെ പറയലേ, മനോഹരമായിട്ട് അവിടെ പാടിയിട്ടുണ്ട്. അതുപോലെ പുതിയ കാലത്തെ കവികളെ കുറിച്ച് പറഞ്ഞ ഈ ജലീൽ K ബാവ, അതുപോലെ അൻവർ അമാന്റെ കൂട്ടുകെട്ടിൽ പുതിയ ഈ ബാപ്പുക്കയും അതുപോലെ കോഴിക്കോട് അബൂബക്കർക്കൊക്കെ ചെയ്ത പോലത്തെ കുറെ നല്ല പാട്ടുകൾ പുതിയ കാലത്തും നമുക്ക് തന്നിട്ടുണ്ട്. അതില് അല്ലാ 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 അനുഭവ 2 പേരും ഒന്ന് പാടിക്കൊടുക്കും. രാത്രികൾ മധുഹിലുണരും സുബഹികൾ അടിമകൾ കുടയോലവൻ അഖിലം പടച്ചവനാണവൻ അഹദേ യാ തവാബുല്ലാഹ് അല്ലാഹ് സമദേ യാ ഹകീമുല്ലാഹ് അല്ലാഹ് യാ ദൽ ജലാലേ ആലങ്ങൾ കുടയോ നീയേ. കുറെ കവികളെ കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ ആ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കവിയാണ് പുൽപ്പറ്റ അബ്ദുൽ ഖാദർ സാഹിബ്. കുറേ നല്ല മാപ്പിളപ്പാട്ടുകൾ തന്നിട്ടുണ്ട്. ഇദ്ദേഹം എൻ്റെ ഉപ്പയാണ്. ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് പുറമെ വൈദ്യർ അക്കാദമിയിൽ മാപ്പിളപ്പാട്ടിന്റെ ശേഖരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു 99% അവിടേക്ക് സംഭാവന ചെയ്തത് ഉപ്പയാണ്. അമൂല്യ കുറെ കൃതികളുണ്ട്. ആ കൃതികളുടെയൊക്കെ ഒറിജിനൽ എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടുകൾ ഞാനിവിടെ മെൻഷൻ ചെയ്യാതെ പോകുന്നത് ശരിയല്ല. കുറെ നല്ല പാട്ടുകൾ നമുക്ക് വെള്ളപ്പൊക്കത്തെ കുറിച്ച് ഹിറ്റായി, മലയാളത്തിക്കുറി വന്നതുപോലത്തൊരു മലവെള്ളം, ഇങ്ങനെയുള്ള കുറെ പാട്ടുകൾ
അദ്ദേഹം തന്നിട്ടുണ്ട്. അദ്ദേഹം പള്ളി ദർസിൽ ആയിരുന്നു പഠിച്ചത്. 15-ാം വയസ്സ് മുതൽ തന്നെ അദ്ദേഹം കുറെ പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. നല്ലളം ബിരാൻ സാഹിബ്, പുലിക്കോട്ടിൽ ഹൈദർ സാഹിബ്, വേങ്ങര CP സാഹിബ് എന്നിവരാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാര്. ഞാൻ ഉപ്പയെ ഇവിടെ മെൻഷൻ ചെയ്യാൻ കാരണം, ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് തന്നെ തുടക്കത്തിൽ TP ആലിക്കുട്ടി കുരുക്കളുടെ ഒരു പാട്ടായിരുന്നു ഉപ്പ എന്നെ ആദ്യം പഠിപ്പിച്ചത്. പഴയ ശൈലിയിലാണ് പഠിപ്പിച്ചത്. അമ്പവൻ പുകളെമ്പിയ സകലംബിയർക്കും താജ, ആദമുൻ പുകളോതിയെ മദിമാൻ മുഹമ്മദ് താജ. അത് നമ്മൾ പുതിയ ട്യൂണല്ല, ചെറിയൊരു മാറ്റിയിട്ട് നമ്മളത് പാടി. അമ്പവൻ പുകളെമ്പിയ സകലംബിയർക്കും താജ, ആദമുൻ പുകളോതിയെ മദിമാൻ മുഹമ്മദ് താജ. അന്ന് കുറെ കവികളുടെ പാട്ടുകൾ ഉപ്പ പഠിപ്പിക്കുമായിരുന്നു. അതിലൊന്നാണ് കടായിക്കൽ മൊയ്തീൻകുട്ടി ഹാജിയുടെ. അന്ന് അവരെയൊക്കെ ജയിലിലടക്കുന്ന സമയത്ത് ഇവരെല്ലാവരും, അതായത് അന്തമാൻ ദ്വീപിലേക്ക്, മദ്രാസ് ജയിലിൽ നിന്നും അന്തമാൻ ദ്വീപിലേക്ക് ഇവരെല്ലാവരെയും കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നൊരു വരികളാണ്. കുത്തുബു ശുഹദാക്കളിലും ബന്ദാർ, ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിഷ. കുത്തുബു ശുഹദാക്കളിലും ബന്ദാർ, ബദറിൽ പടവെട്ടിയ ഹാലേ ഉലമാക്കന്മാരുടെ കൗലെ. ഒരു കൗലിൽ 320, 3 കൗലുണ്ട് പെരുത്ത്. ബദർപട പൊരുതിടെ മുന്നണി സൂത്രം, എതിർപുറമേലെ സഹബുകൾ ഗോത്രം. ഗുരുഡബു ജഹലുട് പടകൊടുമേത്രം, അങ്കിങ്കും പടപൊങ്കിങ്കും സംകൃത പരിമുടി അലങ്കൃതമായി കാണും. ജിഹപ്പട ചെയ്തുകളപ്പേണും ചിറന്തിടെ തമ്പുടു തമ്പവി തരികിട തോമന. അപ്പട പുരിതിട നിപ്പത് ബദറിലെ ഇക്കഥ ഉരവിടെ നിക്കുമയരികരും. കുതുബു ശുഹദാക്കളിലും ബന്ദാർ. ഇതിന്റെ ചരണമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറെ ജയിലുമായി ബന്ധപ്പെട്ട കുറെ കഥകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ മരണത്തെക്കുറിച്ച്, മരണത്തിൻ പിടിവാറണ്ടിൽ നമ്മൾ വീണതെന്നാണ്, മതമില്ല ജാതിയുമില്ല ഒരു നാൾ വീഴുമുറപ്പാണ്. കുറെ അർത്ഥവത്തായ പാട്ടുകൾ അന്ന് തന്നിട്ടുണ്ട്. അതുപോലെ അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഫാത്തിമ ബീവിക്ക് ആരംഭത്തേനാരെ. ഞാൻ ഉപ്പയൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒത്തിരി പാട്ടുകൾ അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ട്രഡീഷണൽ മാപ്പിളപ്പാട്ട്, നിങ്ങളൊക്കെ കലോത്സവങ്ങളിൽ സജീവമായിട്ട് മത്സരിക്കുന്ന ആളുകളാണ്. പക്ഷേ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പഴയ ശൈലിയുള്ള മാപ്പിളപ്പാട്ടുകളായിരുന്നു. ഞാനിപ്പോൾ ഉപ്പയുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ കാരണം തന്നെ പഴയ ട്യൂണിലും പഴയ രീതിയിൽ നമ്മൾ മാപ്പിളപ്പാട്ട് പാടി. തിരന്ത് കൂറാബ് കനിന്ത് കൂറംപുര ഇൽക്കുറദുരമിലെ. ഇപ്പൊ ജില്ലയിൽ ഫസ്റ്റ് വന്ന കലോത്സവങ്ങളിലൊക്കെ ജില്ലയിൽ ഫസ്റ്റ് വരുന്ന പാട്ടുകളാണ് ഈ അമ്പവൻ പുകൾ, ഇങ്ങനെ പാടുള്ളൂ. അല്ലെ പഴയ കാലത്തെ ബദറിലെ പാട്ടുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പഴയ രീതിയിലാണ് പാടുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നു 2008, 9, 10 കാലഘട്ടം നമ്മുടെ മുഹ്സിൻ കുരുക്കളാണ് അതിനൊരു ചേഞ്ച് കൊണ്ടുവരുന്നത്. കാരണം അന്ന് സിദ്റത്ത് മുൻതഹയ്ക്കാണ് അന്ന് അതിന്റെ ഒരു ചെറിയ മാറ്റം അവിടെ കൊണ്ടു തന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആ വർഷം ഒരുമിച്ച് 5 വർഷം പുതിയ പാട്ടുകൾ, പുതിയ നല്ല പാട്ടുകൾ, പുതിയ ട്യൂണിൽ. പണ്ടൊക്കെ നമുക്ക് ആ പഴയ ട്യൂണ് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. അന്ന് അവർ പാടിയ കുറച്ച് പാട്ടുകൾ ആദിയ മെയ്ത്തൊളി തോഹ അഹമ്മദ് നബിക്കുരു, അല്ലെ, അതുപോലെ സിംഗമ്മ മരങ്ങളി തങ്ങളിൽ കുറെ പുതിയ പാട്ടുകൾ അവർ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ കലോത്സവ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് കലോത്സവത്തിൽ 1-2 പാട്ടുകളൊക്കെ ഒന്ന് പാടി ഈ പെരുന്നാളിന്റെ ഒരു പാട്ട് കൂടെ എല്ലാവർക്കും കൂടി പാടിയിട്ട് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. കലോത്സവങ്ങളിൽ നല്ല ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സമയപരിധി നമുക്കുണ്ട്. അപ്പൊ പുതിയ കാലത്ത് മാപ്പിളപ്പാട്ടുകളുടെ ഒരു മാറ്റം അത് ഭയങ്കരമാണ്. വല്ലാഹി ഇങ്ങനെ ഫൈസൽ കന്മനത്തിന്റെ പാട്ടുകളൊക്കെ എടുത്തു നോക്കിയാൽ പുതിയ കാലത്ത് സംഗീതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിറക്കിയ കുറെ പാട്ടുകളുണ്ട്. അതുകൊണ്ടാണ് മാപ്പിളപ്പാട്ടുകൾ ഇന്ന്, ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകളൊക്കെ കൂടുതൽ ആൾക്കാരും ഇന്ന് എൻജേറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ കലോത്സവ അനുഭവങ്ങൾ, എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് മത്സരങ്ങളിൽ എനിക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ, ഇപ്പൊ ഈ റൈഷയും നുഹൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സ്റ്റേറ്റിൽ വിന്നേഴ്സ് ആണ് അല്ലേ? നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചെറുപ്പം മുതൽ തന്നെ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഹൈസ്കൂളിൽ എത്തുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനും ഒക്കെ വരുന്നത്. അപ്പം ഞാൻ 10th നിന്നും പിന്നെ +1 ആണ് സ്റ്റേറ്റിലൊക്കെ പോയത്. 10th ഞങ്ങൾക്ക് കൊല്ലത്ത് വെച്ചായിരുന്നു സ്റ്റേറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ 3 സംഘഗാനം, അറബിക് സംഘഗാനം, ഉറുദു സംഘഗാനം, മലയാളം സംഘഗാനം, ഇത് 3 ഞങ്ങളെ സ്കൂളിൽ നിന്ന് സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു.
പിന്നെ അറബിക് പദ്യം ചൊല്ലൽ എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ +1 ഞാൻ അറബിക് പദ്യം ചൊല്ലലിന് സ്റ്റേറ്റ് പോയി. ഈ കഴിഞ്ഞ വർഷം ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഒരു കവിത ഭയങ്കര വൈറലായിരുന്നു. അത് ഞാനിപ്പോ +1 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കലോത്സവത്തിൽ പാടി. പങ്കെടുത്തു. സ്റ്റേറ്റിൽ വന്ന്, ജില്ല ഫസ്റ്റ് വന്നു, സ്റ്റേറ്റിൽ വന്നു. അതിന്റെ 2 വരി ഒന്ന് ഓഡിയൻസിന് വേണ്ടിയിട്ട് റെഡി. رياح تحب بشم اللحوم فؤادي جريح دموعي تسيل وإنهار جبل بترب خليط بسيل المياه وصخر دليل وينعد التزهو بحضر مليح حدائق شاي وبن تحول ينابيع حابي عذوب صفي كمثل العذاري يلوح الجمال كمثل العذاري يلوح അതോടൊപ്പം നുഹയും റൈഷയും ഒരു സ്കൂളിലാണോ പഠിക്കുന്നത്? അല്ലെ, രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അതുപോലെ നുഹയുടെ ഒരു കവിത എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം വയനാട് വിഷയത്തിൽ ശ്രുതിയെ കുറിച്ചും ജിൻസനെ കുറിച്ചായിരുന്നു അല്ലെ. അത് വളരെ ഖേദപൂർവ്വം നമ്മളൊക്കെ ആ സ്റ്റോറിയൊക്കെ ശരിക്കും നമ്മൾ ചാനലിലൂടെ ഒക്കെ കണ്ടിരുന്നു. ആ വിഷയം വളരെ വൃത്തിയിൽ തന്നെ ജില്ലയിലൊക്കെ പാടിയത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. അതിന്റെ 2 വരിയും കൂടെ ഒന്ന്. عشيري حنوني عماد الوحيد وداعا جزوعا عصير الودود مؤاسي الحياة مددت بحبي إلي فصرت بحبل الوحيد وأبقى الإله ظلالا فسيها بقطع الأهالي جميعا بعودي بشوري ملانا إمينا أناس وفيها أهالي تسيل بوادي وفيها أهالي تسيل بوادي. അതുപോലെ കലോത്സവ അനുഭവങ്ങൾ ഹലീമിന്റെ മാപ്പിളപ്പാട്ടുകളാണ് കൂടുതലും തിളങ്ങാൻ പറ്റിയത് അല്ലേ? ഒന്ന് 2 പാട്ട്, ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക്. ബഹുതാലം താനം ബഹുമതി വിധം അഹദിൻ തരുളേ കൊതിനിരേ മദനിധി ഉദേ തങ്കമേ ചേരകം തരം തങ്കലാമേ സുഹൃത്തെ തക്കോവർ തക്കോതിൽ ഹക്തിരമേ ഹുബത്തെ സത്യത്തിൻ ഗുണവത്തിരവോളം കഹനപ്പത് കഞ്ഞം മർദാടത്തെ വിണ്ണത്തെ തങ്കൾ അങ്കങ്കാരം തിളങ്ങിടും താളം താളം കൊടുമേ കൊടുമേ കൊടിയതും പ്രതിക്കിട്ട തടിക്കടുകം പതിഘടന സുഹൃതം ഫലമുടുഘടനം സമൃദ്ധം ബഹുതാനം താനും ബഹുമതി വിധം അഹദിൻ തരുളേ കൊതിനിരേ. ഓക്കെ, നിങ്ങൾക്കൊക്കെ ശരിക്കും കലോത്സവ അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. കുട്ടിക്കാലത്തെ കുറേ മത്സരങ്ങളിലൊക്കെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടാവും. അപ്പോൾ വരും കാലങ്ങളിലും നല്ല രീതിയിൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക. കല എന്നുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഒന്നാണ്. അത് മാക്സിമം നിങ്ങളെ ഉള്ളിലെ കഴിവ് നിങ്ങൾ മാക്സിമം തിരിച്ചറിയുക. നിങ്ങളെ തന്നെ മാക്സിമം പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തന്നെ സ്വീകരിക്കുക. അത് നിങ്ങൾ ആസ്വദിക്കുക. അതിനൊക്കെ നിങ്ങൾ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒരു നല്ലൊരു വളർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. നമ്മൾ ഈ ഒരു ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ടൊരു പാട്ട് പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പെരുന്നാളുമായി ബന്ധപ്പെട്ടൊരു പാട്ട് തന്നെ ആവാം അല്ലേ? ഹജ്ജിന്റെ രാവിലകവം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർഗത്തിൽ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം
ഹജ്ജിന്റെ രാവിൽ ഞാൻ കടും കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട് മുത്തറ സുൽത്തങ്കത്തേരിൽ വരുന്നത് കണ്ട് ഊരുണ്ണി സാനികൾ ആടി കളിക്കണ കണ്ട് മുത്തറ സുൽത്തങ്കത്തേരിൽ വരുന്നത് കണ്ട് ഊരുണ്ണി സാനികൾ ആടി കളിക്കണ കണ്ട് സ്വർണ്ണ കിളികൾ പൂന്തോപ്പിൽ പറക്കണ കണ്ട് സ്വർണ്ണ പല്ലക്കിൽ സുലൈമാൻ നബിയെ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം ഹജ്ജിന്റെ രാവിൽ ഞാൻ കടും കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട്. ഇത്തരത്തിലുള്ള നല്ല മാപ്പിളപ്പാട്ടുമായി റീകാസ്റ്റിംഗ് മീഡിയക്ക് ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു.